നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മേടമാസം 13 അതായത് 26/4/2025 ശനിയാഴ്ചയും കൃഷ്ണപക്ഷ ത്രയോദശിയും ഉത്രട്ടാതി നക്ഷത്രവും ശകവർഷപ്രകാരം 1947 വൈശാഖ മാസം 6 ഉത്തരായനകാല വസന്ത ഋതുവിൽ സൂര്യോദയം 5:54 AM സൂര്യാസ്തമനം 6:20 PM രാഹുകാലം 9 AM മുതൽ 10:33 AM വരെയും ഗുളികകാലം 5:53 AM മുതൽ 7:27 AM വരെയും യമകണ്ഠകാലം 1:39 PM മുതൽ 3:13 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:42 AM മുതൽ 12:04 PM വരെയും 12:08 PM മുതൽ 12:30 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം ചിങ്ങക്കൂറുകാർക്ക്. ഇനി ഈ ശനിയാഴ്ച ആയതുകൊണ്ട് ത്രയോദശി ആയതുകൊണ്ടും, അതായത് ത്രയോദശി എന്ന് പറയുമ്പോൾ പ്രദോഷമാണ്, പ്രദോഷ ദിവസമായതുകൊണ്ട് തന്നെ അതും കൃഷ്ണപക്ഷ ത്രയോദശി ആയതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് ശിവക്ഷേത്രത്തിൽ പ്രദോഷ നൊയമ്പ് എടുക്കുന്നത്, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നത്, ജലധാര കഴിക്കുന്നത്, കരിക്കഭിഷേകമൊക്കെ കഴിക്കുന്നത്, വിഷ്ണുമായ സ്വാമി ചോത്തൻ സ്വാമിമാർക്കൊക്കെ നിവേദ്യം കൊടുക്കുന്നത്, ഉപാസനാമൂർത്തിമാരെ പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ദിവസം എല്ലാവരും മഹാദേവനെ ഓം നമഃശിവായ ജപിച്ച് 108 നമഃശിവായ ജപിച്ചാൽ എല്ലാ കഷ്ടതകളും മാറുമെന്നാണ്. അപ്പം 108 നമഃശിവായൊക്കെ ജപിച്ച് ധർമ്മശാസ്താവിനൊരു നീരാഞ്ജനമൊക്കെ കത്തിച്ച് കറുപ്പോ നീലയോ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. അവനവനും മനസ്സമാധാനവും സന്തോഷവും കാര്യപ്രാപ്തിയും ഒക്കെ വന്നു ചേരുന്നതാണ്. അപ്പം തീർച്ചയായും ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടും. ഇനി ഗ്രഹനില പ്രകാരം സൂര്യൻ മേടൻ രാശിയിലും ചന്ദ്രൻ മീനൻ രാശിയിലും ചൊവ്വ കർക്കിടകം രാശിയിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിലും കന്നിയിൽ കേതുവും ഗുളികോദയം മേടൻ രാശിയിലും ഉദയവും മീനത്തിൽ കഴിഞ്ഞിട്ട് മീനത്തിൽ അല്പം സമയം മാത്രം ബാക്കി മേടത്തിലുമായി ഉദയവും ആയി അങ്ങനെ കഴിയുന്നു. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 കൂറുകാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നെന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എതിർപ്പുകളെ നയപരമായി നേരിടാൻ ശ്രമിക്കും. ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതാണ്. വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥത വന്നു ചേരും. അലസത കാരണം സ്ഥാനനഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കും. ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു. കുടുംബത്തിൽ സ്വസ്ഥത വർദ്ധിപ്പിക്കുന്നതിനായി ബന്ധുക്കളുമായും കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ പെരുമാറുവാൻ ശ്രമിക്കണം. വ്യാപാര രംഗത്ത് ലാഭം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. സന്താനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ശത്രുശല്യം വർദ്ധിക്കുന്നതാണ്. ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ അല്പം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കും. സാമൂഹിക കാര്യങ്ങൾ പ്രവർത്തിച്ച് വിജയിക്കുവാൻ അവസരമുണ്ടാകും. പുണ്യക്ഷേത്ര ദർശനത്തിനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് വിൽപ്പന നടത്തി ജോലിസ്ഥലത്ത് ഗ്രഹം വാങ്ങുന്നതിനുള്ള തീരുമാനം വിജയിക്കും. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. ഈശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മുന്നോട്ട് നീങ്ങും.
പരിശ്രമങ്ങളിൽ വിജയം കൈവരിക്കുന്നതിനാൽ മനസ്സമാധാനം ഉണ്ടാകും. എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടുവാൻ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയെയും ചത്തൻ സ്വാമിമാരെയും ആഞ്ജനേയ സ്വാമി ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നത്, ഓം നമഃ ശിവായ ജപിക്കുന്നത്, പ്രദോഷ നാളായതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രദോഷ നൊയമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കരിക്കഭിഷേകത്തിന് കൊടുക്കാം, ജലധാരയ്ക്ക് കൊടുക്കാം. ഒന്നിനും സാധിക്കാത്ത ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമഃശിവായ ഒരു 108 നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള അവസരമുണ്ടാകും. കൂട്ടുകച്ചവടം വേർപിരിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കച്ചവടം നടത്തുക. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലകളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. ബന്ധുജന സഹായം അത്രയ്ക്ക് ഉണ്ടാവുകയില്ല. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെങ്കിലും വേണ്ടത്ര പ്രയോജനം ലഭിക്കില്ല. വസ്തുവകകളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. സ്വയം തൊഴിലിലേർപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. വീട്ടിൽ പ്രായം കൂടിയവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നതാണ്. വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ചിലപ്പോൾ പരാജയത്തിൽ കലാശിച്ചേക്കാം. രഹസ്യ ബന്ധങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് പരസ്യമാവാനുള്ള സാധ്യതയുമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കൾ ശത്രുതയോടുകൂടി പെരുമാറുവാനുള്ള അവസരം താനായി സൃഷ്ടിക്കരുത്. കാര്യം നടക്കാൻ കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുകയും ആ അവസരങ്ങളെല്ലാം തന്നെ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയും ചെയ്യണം. പുതിയ പദ്ധതികൾ തുടങ്ങാൻ ഒരുങ്ങുമെങ്കിലും സാധിക്കാതെ അല്പം പ്രയാസം അനുഭവിക്കേണ്ടതായി വരും. ദൂരദേശത്തുള്ളവരുമായി ബിസിനസ്സിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും. ഹോട്ടൽ, കൂൾബാർ എന്നീ സ്ഥാപനമുള്ളവർക്ക് വ്യാപാരത്തിൽ നഷ്ടം സംഭവിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ അല്പം സന്തോഷവും സമാധാനവും തരുന്ന ദിവസമാണ്. സന്തോഷങ്ങളെല്ലാം അനുഭവിക്കുവാൻ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പ്രദോഷ നൊയമ്പൊക്കെ എടുക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് 11ൽ നിൽക്കുന്ന ശനിയുടെ എല്ലാ അനുഗ്രഹവും അനുഭവത്തിൽ വരാൻ, പരദ്രവ്യ യോഗമൊക്കെ ഉള്ളത് അനുഭവത്തിൽ വരുന്നതിനായി ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം തൃപ്തികരമായിരിക്കും. ഭാഗ്യാന്വേഷികൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ തരം യന്ത്ര സാമഗ്രികൾ കച്ചവടം ചെയ്ത് ധനലാഭമുണ്ടാക്കും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. ഏത് പ്രവൃത്തിയിലും തങ്ങളുടെ കഴിവ് പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃതുല്യർക്കോ അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത വരുന്നു. അയൽക്കാരുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കരുതിയിരിക്കുക. മുടങ്ങിയ യാത്ര തുടരുന്നതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു കൈമോശം വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ ഇഷ്ടപ്പെട്ട വസ്തുവിനെ ഭദ്രമായി സൂക്ഷിക്കുക. കൂട്ടുകച്ചവടം പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിൽ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മരംഗത്തെ എല്ലാവിധ പ്രതിസന്ധികളെയും വളരെ സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. പിതൃസ്വത്ത് വീതം വയ്ക്കുന്നതിലെ തർക്കങ്ങൾ വരാം. ആ തർക്കങ്ങളെല്ലാം രമ്യതയിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണ്. സഹോദരിയുടെ വിവാഹകാര്യമായി ബന്ധപ്പെട്ട് അധ്വാനവും പണവും ഒക്കെ ചിലവഴിക്കേണ്ടി വരും. എന്നിരുന്നാലും വേണ്ടത്ര അംഗീകാരം ലഭിക്കണമെന്നില്ല. പോലീസ്, പട്ടാളം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം. അധികാരവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ്. ഉന്നതരായ വ്യക്തികളുമായി സൗഹൃദം പുലർത്തുകയും ആ സൗഹൃദ
സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നെ പാടുപെടുകയും ചെയ്യാം. എല്ലാ ഗുണഫലങ്ങളും പൂർണ്ണമായി അനുഭവിക്കുവാനും അനാചാരങ്ങളിൽപ്പെട്ട ധനവും മാനവുമൊക്കെ നഷ്ടപ്പെടാതിരിക്കുന്നതിനുമായി മതപരമായ ചടങ്ങുകളിലൊക്കെ പങ്കുകൊണ്ട് സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള മാർഗം തേടുന്നതിനായി രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വഴി ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിച്ച് നമഃശിവായ ജപിച്ച് ജലധാരയൊക്കെ നടത്തി പ്രദോഷ നൊയമ്പൊക്കെ എടുക്കുമ്പോൾ കരിനീലയോ കറുപ്പോ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ശനിയുടെ എല്ലാ ദോഷവും മാറി കണ്ടകശനി കാലമായതുകൊണ്ട് കഷ്ടതകളൊന്നും വരാതെ കാര്യങ്ങളെല്ലാം അനുകൂലത്തിൽ വരുവാനായി സാധിക്കും. അതിനായി കൂടുതൽ പ്രാർത്ഥനകൾ നമഃശിവായ ജപം മുടക്കാതിരിക്കുക, ഉപാസനയും തുടർന്നുകൊണ്ടേ ഇരിക്കുക. എല്ലാ മംഗളങ്ങളും വന്നു ഭവിക്കട്ടെ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അധികാരവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് പുതിയ പുതിയ നൂതന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് സാധിക്കും. അത് ഫലപ്രാപ്തിയിലെത്തുന്നതിനായി അശ്രാന്ത പരിശ്രമം നടത്തേണ്ടതായി വരും. നേത്രരോഗം തലവേദനയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃസ്വത്ത് അനുഭവയോഗ്യമായി തീരും. വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ കരുതിയിരിക്കുക. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് സാമ്പത്തിക മെച്ചം വന്നു ചേരും. സ്ത്രീജനങ്ങൾക്ക് സൗന്ദര്യ വസ്തുക്കളും ആഡംബര വസ്തുക്കളൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കും. സ്നേഹിതരുമായി ഉല്ലാസയാത്ര നടത്തുന്നതിനുള്ള യോഗം കാണുന്നു. ഹൃദ്രോഗികൾ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ടെൻഷനൊക്കെ വരാതെ പ്രത്യേകം നല്ല ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിൻ്റെ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അന്യദേശത്തു നിന്നും പ്രതീക്ഷിക്കാത്ത ധനസഹായം ലഭിക്കുന്നതാണ്. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തും. സാമ്പത്തികമായി അത്ര ഗുണമുള്ള സമയമല്ല എങ്കിലും ഒന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ ധനം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. ആരോഗ്യം തൃപ്തികരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ ജീവനക്കാർക്ക് പുരോഗതി ഉണ്ടാകും. സ്ഥിരമായ പ്രവർത്തനം വന്നു ചേരും. കർമ്മ സ്ഥിരത വരുന്നതിനായി അല്പം കാത്തിരിക്കേണ്ടതായി വരും. പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് സർക്കാർ ജീവനക്കാർക്കൊക്കെ ആരോപണങ്ങൾ കേൾക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ഗ്രഹം വിട്ട് അന്യദേശത്ത് പോകേണ്ടതായ ഒരു സാഹചര്യമൊക്കെ വരും. കച്ചവടത്തിൽ നല്ല വിധത്തിൽ വ്യാപാരം നടക്കുന്ന സമയമാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട്. സഹോദരങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. എല്ലാ കർമ്മ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർമ്മനിരതയിലൂടെ കർമ്മസ്ഥിരത അനുഭവിക്കുവാൻ, കർമ്മത്തിൽ വന്നിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറി കർമ്മരംഗം കൂടുതൽ ശോഭനമായി തീരുവാനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ശനീശ്വര പൂജയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. നമഃശിവായ മന്ത്രജപം മുടങ്ങാതെ തുടരുക. എല്ലാം നന്മയായി വരട്ടെ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലതരം ആഡംബര വസ്തുക്കൾ അധീനതയിലാകും. കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് അവരുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് സ്വാധീനമുള്ള ഒരു അവസ്ഥാവിശേഷം വന്നു ചേരും. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ക്ഷേത്ര സംബന്ധിയായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം വന്നു ചേരുന്നതാണ്. ജോലി നേടിയെടുക്കുവാനുള്ള ശ്രമം വിജയിക്കും. പുതിയ കർമ്മരംഗം തേടുന്നതാണ്, അതിലും വിജയിക്കുന്നതാണ്. ദൂരസ്ഥലത്ത് ത്തുള്ളവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം വന്നു ചേരും. മോഹന വാഗ്ദാനങ്ങൾ നിർലോഭം നൽകുമെങ്കിലും അത് പാലിക്കപ്പെടാൻ സാധിക്കാതെ വരും. അതുവഴി അല്പം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വരും. ജോലിയിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇടവരും. സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിച്ച് പ്രവർത്തന നേട്ടം
പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായ കൂടുതൽ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. അലസത മൂലം പല കാര്യങ്ങളും നിറവേറ്റാൻ കഴിയാതെ വരും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നിലനിൽക്കും. പിതാവിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. ദൂരദേശത്തുള്ള ബന്ധുഗ്രഹങ്ങളും മറ്റും സന്ദർശിക്കും. വ്യവഹാര കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. വാഹനത്തിൽ നിന്നും വരുമാനം വർദ്ധിക്കും. പ്രശ്നങ്ങൾ നയതന്ത്രജ്ഞതയോടെ പരിഹരിക്കപ്പെടും. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സ്വർണ്ണ വ്യാപാരികൾ, പത്രപ്രവർത്തകർ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവ് ലഭിക്കും. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനുള്ള യോഗവും വന്നു ചേരുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട പോലീസ്, കോടതി എന്നിവയായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കൂട്ടുകച്ചവടത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരാം. എല്ലാ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനായി രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ജലധാര, കരിക്കഭിഷേകം, അതുപോലെ തന്നെ പ്രദോഷ നൊയമ്പെടുക്കുക, അല്ലെങ്കിൽ നമശിവായ ജപിക്കുന്നത്, ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ അഷ്ടമശനിക്കാലമായതുകൊണ്ട് എല്ലാ കഷ്ടതകളും മാറി സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും അനുഭവിക്കുന്നതിന് സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. കറുപ്പോ നീലയോ വസ്ത്രം ധരിച്ചുകൊണ്ട് കുടുംബ പരദേവതയ്ക്ക് ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ക്രെഡിറ്റ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വ്യാപാരം വികസിപ്പിക്കും. വീടിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈവശം വന്നു തീരുമാനങ്ങളെടുക്കും. ചില പ്രമാണങ്ങളൊക്കെ കൈവശം വന്നു ചേരും. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. ഗുരുജനങ്ങളെയും രക്ഷിതാക്കളെയും അവഗണിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്ര അല്പം കഷ്ടതയിലേക്ക് എത്തിക്കും. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ തേടുവാനുള്ള ശ്രമം നടത്തണം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂവിലും വിജയിക്കും. സ്വന്തം താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന സ്വഭാവം ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും. നിസ്സാര കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വച്ചു പുലർത്തണം. പല കാര്യങ്ങളും ദക്ഷിണാപരമായ താല്പര്യങ്ങൾ പ്രദർശിപ്പിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുജന സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ഫാക്ടറികളോ വർക്ക്ഷോപ്പുകളോ ഹോട്ടലുകളോ ഒക്കെ തുടങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് രംഗങ്ങളിലും ധീരതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കും. പട്ടാളം, പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രമോഷൻ വരാവുന്നതാണ്. ഉന്നതമായ വ്യക്തികളിൽ നിന്ന് പല വിധത്തിലുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കും. കൂട്ടുകച്ചവടത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നത് നന്നായിരിക്കും. മംഗളകാര്യങ്ങൾ, വീട്ടിൽ നടക്കുന്ന മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുകയും അതുവഴി മാനസിക ഉല്ലാസം നേടുകയും ചെയ്യുക. പുണ്യസ്ഥല സന്ദർശനത്തിനുള്ള യോഗവും മാറ്റിവെക്കേണ്ടതില്ല. എല്ലാ കർമ്മരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാദേവന് കരിക്കഭിഷേകമോ പിൻവിളക്കിൽ എണ്ണയോ ഒക്കെ കൊടുത്ത് നമശിവായ ജപിച്ച് 108 നമശിവായ ജപിച്ച് ഭഗവത് പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാരൊക്കെ നിവേദ്യം കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ് കഴിയുന്നത്. ശാസ്താവിന് നീരാഞ്ജനം തെളിക്കാനും കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിക്കാനും ഒക്കെ സാധിക്കുന്ന ദിവസമാണ്. സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യം നിലനിർത്തി കിട്ടുന്നതിനായി കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതാണ്. ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ്. ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാനിടയുണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂവിലും ഒക്കെ വിജയിക്കാനുള്ള സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായി പല സംഗതികളും അനുഭവത്തിൽ വന്നേക്കാം. അവനവൻ അധ്വാനിച്ചിട്ടില്ലാത്ത പണം, അതായത് പരദ്രവ്യയോഗം
കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾക്കൊക്കെ അപ്പം കാലതാമസം നേരിടുമെന്നതുള്ളതുകൊണ്ട് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ദൂരദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലേക്ക് വരുന്നതിനുള്ള യോഗം കാണുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. മേലധികാരികളുമായി ഉണ്ടായ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ എഴുത്തുകാർക്ക് ലേഖനങ്ങളൊക്കെ എഴുതുന്നവർക്ക്, ലേഖന പരമ്പരയിൽപ്പെട്ടവർക്കൊക്കെ അവരുടെ ലേഖനങ്ങൾക്കൊക്കെ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള അവസരം ലഭിക്കും. ഏത് രംഗങ്ങളിലും അധ്വാനിച്ച് പ്രവർത്തിക്കുന്ന എന്നതോടൊപ്പം തന്നെ തൻ പ്രാമാണിത്വം പ്രദർശിപ്പിക്കുവാനുള്ള അവസരവും വന്നു ചേരും. പുതിയ ശൈലിയിൽ ബിസിനസ് ആരംഭിക്കുവാനുള്ള യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് മെച്ചമായ പരീക്ഷാ വിജയം ലഭിക്കും. പുതിയ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെടുവാനുള്ള യോഗം കിട്ടുന്നതാണ്. പുതിയ വീടോ വാഹനമോ വാങ്ങിക്കുവാനുള്ള ശ്രമം നടത്തും. കുടുംബജീവിതം ആനന്ദപ്രദമായിരിക്കും. വീട്ടിൽ നാശനഷ്ടങ്ങൾ വരാനിടയുണ്ട്. എല്ലാം കരുതിയിരിക്കുക. ബിസിനസ് ആവശ്യമായി ദൂരയാത്രകൾ ചെയ്യേണ്ടതായാലും വീടിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ വിഷമിക്കും. കലാകാരന്മാർ, എഴുത്തുകാർ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ്. കുടുംബസ്വത്തിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. മാനസികമായ ഏകാഗ്രത ആവശ്യമുള്ള തൊഴിലുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വൈവാഹിക ജീവിതം സുഖകരമായിരിക്കും. വിവാഹത്തിന് പരസ്യങ്ങളെ ആശ്രയിച്ചെന്ന് വരും. ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ആരംഭിക്കുകയോ ഉള്ളവയെ വികസിപ്പിക്കുകയോ ചെയ്യും. ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടുന്നതിനായി രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാദേവനെ കൂടി പ്രാർത്ഥിക്കുക. പ്രദോഷ നൊയമ്പെടുക്കുക. നമഃശിവായ 108 ഓം നമഃശിവായ ജപിച്ച് ശനീശ്വരനെ പ്രാർത്ഥിച്ച് കറുപ്പോ നീലയോ വസ്ത്രമൊക്കെ ധരിച്ച് നെയ്വിളക്കൊക്കെ തെളിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും. ദൂരസ്ഥലത്ത് നിന്നും പ്രോത്സാഹജനകമായ കത്തുകൾ ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കും. ഇണയ്ക്ക് ചില്ലറ അസുഖങ്ങൾ ബാധിച്ചെന്ന് വരാം. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. ഉദ്യോഗത്തിലും ധനസ്ഥിതിയിലും വളർച്ചയുണ്ടാകും. ആവശ്യമായ തൊഴിലവസരങ്ങൾ തെളിഞ്ഞു വരും. ബിസിനസ് അഭിവൃദ്ധിപ്പെടും. സമൂഹത്തിൽ അപമാനിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവുകൾ, ചതവുകൾ തുടങ്ങിയ അപകടങ്ങൾ വരുവാനിടയുണ്ട്. ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മാനസിക സുഖം കുറഞ്ഞിരിക്കും. സ്നേഹജനങ്ങളെ സംബന്ധിച്ച് അസന്തുഷ്ടമായ വാർത്തകൾ കേൾക്കുവാനിടയാകും. കാലപ്പഴക്കം ചെന്ന് നിൽക്കുന്ന കേസുകളിൽ പ്രതികൂലമായ അവസ്ഥ സംജാതമായേക്കാം. ഒന്ന് കരുതിയിരിക്കുക. പ്രതികൂല പരിസ്ഥിതി അതിജീവിച്ച് തൊഴിൽ രംഗത്ത് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ശ്രമിക്കും. ആ ശ്രമം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. ബിസിനസ് കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും. ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടും. അതുപോലെ ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. പിതൃസ്വത്ത് അനുധീനതയിലാകും. വളരെ നാളുകളായി മനസ്സിൽ കരുതി വച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. രാശിനാഥയെ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാദേവനെ കൂടെ പ്രാർത്ഥിച്ച് പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് ജലധാരയൊക്കെ നടത്തുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. നമഃശിവായ ജപിക്കുക. ഉപാസനാമൂർത്തികളുടെ ഉപാസന പ്രാർത്ഥിച്ച് ഉപാസന ബലം കൂട്ടുന്നതും നന്നായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് മെച്ചമായ പരീക്ഷാ വിജയം ലഭിക്കും. പുതിയ വിജ്ഞാന ശാഖകളായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരികയും അതിന് പറ്റിയവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ബിസിനസ് ആവശ്യവുമായി ദൂരയാത്രകൾ ആവശ്യമായി വരും. മാനസികമായ ഏകാഗ്രത ആവശ്യമുള്ള തൊഴിലുകൾ ഏറ്റെടുത്ത് നടത്തും. വൈവാഹിക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. വിവാഹ ആവശ്യങ്ങൾക്കായി, വിവാഹം നടക്കാത്തവരുടെ ആഗ്രഹപൂർത്തിക്കായി വിവാഹ പരസ്യങ്ങളിലൊക്കെ അപേക്ഷകൾ സമർപ്പിക്കും. എഴുത്തുകൾ മുഖേനയോ
വ്യാപാര മുഖേനയോ സാധാരണയിലധികം പണം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. മാതാവിന് അസുഖങ്ങൾ വരുവാൻ സാധ്യതയുള്ളതെന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ചില പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കേണ്ടതായ സാഹചര്യം വരും. ഭൂമി, വാഹനം ഇവയിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം. ധനാഗമ മാർഗങ്ങൾ താൽക്കാലികമായി ഒന്ന് പുഷ്ടപ്പെട്ട് വരുമെങ്കിലും ഒരു തകർച്ചയുടെ ലാഞ്ചന കാണാം. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ചില എഗ്രിമെൻറ്റുകൾ അലസിപ്പോകാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. പുതിയ വ്യാപാര സംരംഭങ്ങളിൽ ഏർപ്പെടുകയും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ചെയ്യും. വസ്തു സംബന്ധമായ പഴയ കേസുകളിലൊക്കെ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. ഇണയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഐക്യം നിലനിർത്തി കൊണ്ടുപോകാൻ നന്നേ പാടുപെടേണ്ടതായി വരും. മേലധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീർക്കേണ്ടതാണ്. പലപ്പോഴും അകാരണമായി ദേഷ്യം വരുവാനുള്ള പ്രവണതയുണ്ടാകും. അതുകൊണ്ടൊന്ന് ദേഷ്യം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ടെൻഷനുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനസ്സമാധാനം വീണ്ടെടുക്കുവാൻ ശ്രമിക്കണം. ഏജൻസി ഏർപ്പാടുകൾ, പരസ്യങ്ങൾ എന്നിവ മുഖേന പണം നഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ പണം ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. വാഹനങ്ങൾക്ക് റിപ്പയറുകൾ ആവശ്യമായി വരും. സിനിമ, നാടകം തുടങ്ങിയ കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി പ്രദർശിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. ശാരീരികമായ ക്ഷീണം വരുമെന്നെങ്കിലും കർമ്മരംഗം പുഷ്ടിപ്പെടുന്നത് കൊണ്ട് മനസ്സമാധാനവും ധനലാഭവും പ്രതീക്ഷിക്കാം. ശനീശ്വരന് നെയ്ദീപം തെളിക്കുക, ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുക, മഹാദേവന് കരിക്കഭിഷേകമോ ജലധാരയോ നടത്തുക, പ്രദോഷം നൊയമ്പെടുക്കുക, ഓം നമഃ ശിവായ ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകർ സംഘടനാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കും. സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിരവധി പരിശ്രമങ്ങൾ നടത്തും. സ്പോർട്സ്മാൻമാർക്ക് ഈ ദിവസം വളരെ അനുകൂലമാണ്. പുതിയ വീട്, വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും വളരെ ആവശ്യത്തോടെ ചെയ്യാനുള്ള ഒരു ഊർജം വന്നു ചേരും. വൈവാഹിക ബന്ധം സുദൃഢമാകും. ബാങ്കിങ് ജീവനക്കാർക്ക് അനുകൂല സമയമാണ്. പട്ടാളം, പോലീസ് എന്നീ വിഭാഗത്തിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കും. ഭൂമിയിൽ ക്രയവിക്രയം നടക്കും. പല രംഗങ്ങളിലും വഞ്ചിതരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്തരിച്ച വ്യക്തികളുടെ സ്വത്ത് ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. പതിവിന് വിപരീതമായ പല കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ വഷളാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാകുന്നതാണ്. ദൂരയാത്രകൾ ആവശ്യമായി വരും. സുഖകരമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. യാത്രകൾ പരിപൂർണ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ ശ്രമിക്കണം. ചില കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും. വളരെ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ദക്ഷിണാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതുപോലെ തന്നെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്ക് തങ്ങളുടെ പ്രവർത്തനത്തിൽ നന്നായി ശോഭിക്കുവാൻ കഴിയും. പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും വളരെ അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും കൂടുതൽ കാര്യപ്രാപ്തി ഉണ്ടാവുകയും അതുവഴി ധനലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യാം. പുതിയ ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നു. ജോലി നേടാനുള്ള അവനവൻ്റെ അധ്വാനം ഫലിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. കുടുംബസുഖം താരതമ്യേന കുറയുന്നതിനാൽ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ ശ്രമിക്കണം. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, മഹാദേവൻ്റെ ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, ജലധാര നടത്തുന്നത്, പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം
പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ദിവസമാണ്. ധനാഗമ മാർഗങ്ങൾ തൽക്കാലമായി അടഞ്ഞു പോകുന്നത് കാണാം. എഗ്രിമെൻറ്റുകൾ പലതും അലസിപ്പോയെന്നും വരാം. അപ്പോൾ ഒന്ന് കരുതിയിരുന്നു കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. മേലധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. അതിനുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയും വിജയിക്കുവാനുള്ള സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്യണം. ഏജൻസി ഏർപ്പാടുകളിലും പരസ്യങ്ങൾ മുഖേനയൊക്കെ പണം ലഭിക്കുന്നതാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാനുള്ള സാധ്യതയുണ്ട്. സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുകയും അതുവഴി ധനലാഭവും പ്രതീക്ഷിക്കാം. ശാരീരികമായ ക്ഷീണം വരുമെന്നുണ്ടെങ്കിൽ പോലും കഴിവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും മറ്റും ധനം വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. കിട്ടിയ അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക. പൂർവികമായ ചില സ്മാരകങ്ങൾ അതുപോലെ പുരാവസ്തുക്കളൊക്കെ കൈവശം വന്നു ചേരും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പൊതുവെ ബിസിനസ്സൊക്കെ മെച്ചപ്പെടുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രമാണ് വിജയസാധ്യതയുള്ളത്. ആരംഭശൂരത്വത്തിന് പകരം ആദ്യമെല്ലാം ഒരു പതനത്തിന് ശേഷമാണ് വളർച്ച വരുന്നത്. കരുതിയിരിക്കുക. മേലധികാരിയുമായുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാണ്. അവരുടെ സംഘടനാപരമായ കഴിവുകളെല്ലാം വികസിപ്പിച്ച് സുരക്ഷാ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട രീതിയിൽ പരിശോധിച്ചതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തകർ മുന്നോട്ട് പോവുക. അപകട സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാ കർമ്മരംഗത്തും വളരെ ശത്രുക്കൾ പിന്നാലെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. രാശിനാഥനായ ശനീശ്വരന് നെയ്വിളക്ക് കൊളുത്തുന്നത്, നമഃശിവായ ജപിക്കുന്നത്, ശിവങ്കൽ ജലധാര നടത്തുന്ന, പ്രദോഷ നൊയമ്പ് നോക്കുന്നതൊക്കെ കർമ്മഫലം കൂടുതൽ അനുഭവത്തിൽ വരുന്നതിന് സഹായകമാകും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. പുതിയ വ്യാപാര സംരംഭങ്ങളിൽ ഏർപ്പെടും. വസ്തു സംബന്ധമായ പഴയ കേസുകളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ താൽക്കാലികമായി ജോലിയിൽ പ്രവർത്തിച്ചവർക്ക് അവരുടെ ജോലിയിൽ ഉറപ്പ് വരുന്നതാണ്. ജോലി സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ സംഘടനാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അല്പം അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. പല കാര്യങ്ങളും വളരെ ആവേശത്തോടെ നിറവേറ്റുന്നത് കാണാം. വൈവാഹിക ബന്ധം സുദൃഢമാകും. ബാങ്കിങ് ജീവനക്കാർക്ക് അനുകൂല സമയമാണ്. ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും. അത്യധ്വാനത്തിനനുസരിച്ചിട്ട് പ്രതിഫലം ലഭിക്കാതെ വരും. എന്നാലും ഒട്ടും മോശമല്ലാത്ത പ്രതിഫലം ലഭിക്കും. എല്ലാ രംഗത്തും സ്വാതന്ത്ര്യവും അന്തസ്സും നിലനിർത്തും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വരുമാനമുണ്ടാകും. ജീവിത നിലവാരത്തിൽ മെച്ചമുണ്ടാകും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. പ്രധാന രേഖകളും പ്രമാണങ്ങളുമൊക്കെ കൈവശം വന്നു ചേരും. സംഭാഷണ ചാതുര്യം കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും ആരെയും ആകർഷിക്കുവാൻ കഴിയും. ധാരാളം എഴുത്തുകുത്തുകൾ നടത്തും. സർക്കാരിനെ വിമർശിക്കാനുള്ള പ്രവണതയുണ്ടാകും. അത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ദൂരയാത്രകൾ നിർത്തിവെക്കേണ്ടതായും വരും. തറവാട്ട് സംബന്ധമായ പ്രശ്നങ്ങളിൽ വ്യക്തിഗത തീരുമാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വഷളാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ രാശിനാഥനായ മഹാവിഷ്ണുവിനെയും മഹാദേവനെയും പ്രാർത്ഥിക്കുമ്പോൾ, പ്രദോഷ നൊയമ്പെടുക്കുമ്പോൾ, ഓം നമഃ ശിവായ ജപിക്കുമ്പോൾ, ഉപാസനാ ബലം കൂട്ടുമ്പോൾ, ശാസ്താവിന് നീരാഞ്ജനമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജന്മശനിയുടേതായ എല്ലാ കഷ്ടങ്ങളും മാറി കരിനീല വസ്ത്രമോ കറുപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് ശനിയെ ആചരിക്കുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കും.
27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഈ ശനിയാഴ്ച ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.